ഉരുളെടുത്തവർ ഒന്നിച്ച് മണ്ണോട് ചേരുന്നു. പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. സംസ്കരിക്കുന്നത് 29 മൃതദേഹവും 188 ശരീരഭാഗങ്ങളും. സംസ്കരിക്കുന്നത് തിരിച്ചറിയാനാവാത്തവരുടെ മൃതദേഹം. വയനാട് ഉരുൾ ദുരന്തത്തിൽ 372 ജീവൻ. ഇനി കണ്ടെത്താനുള്ളത് 200ഓളം പേരെ. ദുരന്ത ഭൂമിയെ 12 സോണുകളായി തിരിച്ച് പരിശോധന. ഇന്ന് 7ഇടങ്ങളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തി. കണ്ടെടുത്തത് 6 മൃതദേഹം. നാളെ സൂചിപ്പാറ സൺറൈസ് വനമേഖലയിൽ തിരച്ചിൽ. 12 രക്ഷാപ്രവർത്തകരെ എത്തിക്കുക ഹെലികോപ്റ്റർ മാർഗം. 6 അംഗങ്ങളുടെ 2 സംഘങ്ങളായി തിരച്ചിൽ നടത്തും. സനാതത്വത്തിലേക്ക് അനാഥത്വത്തിൻ്റെ വികാരത്തിലേക്ക് പോയ ചൂരൽമലയെ തിരിച്ചു പിടിക്കുക, വയനാടിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പുനരധിവാസ പാക്കേജ്. ഞാൻ മലയാളത്തിലൂടെ നിങ്ങളോട് പറയുന്നു, ലോകം കണ്ട ഒരു കേരള മോഡൽ പുനരധിവാസ പാക്കേജിലൂടെ കേരളം സൃഷ്ടിക്കും. 3 കോടി മലയാളികളുടെ ഹൃദയവേദനയാണ് വയനാടിന്റെ പുനരധിവാസം എന്ന് മന്ത്രി കെ രാജൻ. ലോകം കണ്ട ഒരു കേരള മോഡലാണ് പുനരധിവാസ പാക്കേജ്. അവസാനത്തെ അംഗത്തെയും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ എന്നത് സർക്കാർ നയമെന്നും മന്ത്രി കെ രാജൻ ന്യൂസ് മലയാളത്തോട്. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് 100 വീടുകൾ വച്ചു നൽകുമെന്ന് മുസ്ലിം ലീഗ്. അതിജീവനത്തിന് ആവശ്യമായതെല്ലാം ചെയ്യും. സർക്കാരിന്റെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയുകയല്ല വേണ്ടതെന്നും PK കുഞ്ഞാലിക്കുട്ടി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടു. സഹോദരിക്കൊപ്പം ഇന്ത്യയിലേക്ക് കടന്നു. പ്രധാനമന്ത്രിയുടെ വസതി കയ്യേറി സമരക്കാർ. പ്രക്ഷോഭത്തിൽ മരണം 300 കടന്നു. രാഷ്ട്രീയ അസ്ഥിരയ്ക്കൊടുവിൽ ബംഗ്ലാദേശിൽ പട്ടാള ഭരണം. ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് സൈനിക മേധാവി വഖാർ ഉസൽമാൻ. സമരക്കാരുമായി ചർച്ച നടത്തി. പ്രശ്നം ഉടൻ പരിഹരിക്കും. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കില്ലെന്നും സൈനിക മേധാവി. പരിസ്ഥിതി സംരക്ഷണത്തിൽ കേരളത്തെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര സർക്കാർ. രാഷ്ട്രീയക്കാരുടെ അനധികൃത കയ്യേറ്റത്തിന് ടൂറിസം മറയാക്കിയെന്ന് കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ്. പരിസ്ഥിതി ലോല മേഖലയ്ക്ക് സംരക്ഷണമില്ലെന്നും അനധികൃത ഖനനത്തിന് അനുമതി നൽകിയെന്നും വിമർശനം. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. CBI കേസിലെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി. ജാമ്യം തേടി വിചാരണ കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഷിരൂർ ദൗത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി. സർക്കാരിന് വാക്കാൽ നിർദ്ദേശം നൽകി. കാലാവസ്ഥ അനുകൂലമായാൽ ദൗത്യം പുനരാരംഭിക്കുമെന്നും കർണാടക സർക്കാർ. നടിയെ ആക്രമിച്ച കേസിൽ സെഷൻസ് ജഡ്ജിയുടെ റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മെമ്മറി കാർഡ് അശാസ്ത്രീയമായി പരിശോധിച്ചതിൽ ശാസ്ത്രീയ അന്വേഷണം വേണമെന്ന് അതിജീവിത. ഹർജി പരിഗണിക്കുന്നത് 21ലേക്ക് മാറ്റി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തണമെന്ന ആവശ്യവുമായി മാധ്യമപ്രവർത്തകന്റെ സത്യവാങ്മൂലം. റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്ന ആവശ്യം. കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്നും സത്യവാങ്മൂലം.